ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റും നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള റൺ തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ആ ഓൾ ടൈം ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കോഷ്യസ് ആയിട്ട് നിൽക്കാം. ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബുള്ളിഷ് റാലി നമുക്ക് സ്റ്റോക്സിൽ കാണാൻ പറ്റും. അഗെയിൻ ഇപ്പം നമ്മുടെ നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ തന്നെ ഓൾ ടൈം ഹൈലോട് തൊട്ട് ചാരിയിട്ടാണ് ഇപ്പോൾ ക്ലോസിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 200 പോയിൻറ്റ്സ്, അതൊരു 1-2% ഒക്കെ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള മെഷേഴ്സ് ഒക്കെ നമ്മൾ ട്രേഡിംഗ് സ്റ്റൈലിലേക്ക് അടുത്ത വീക്കിൽ എടുക്കണം. എനിവേ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വീക്കിൽ ഞാനൊരു റെക്കോർഡഡ് സെഷനുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലൊരു ഇൻട്രാക്ഷൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു പേഴ്സണലി ഞാനൊരു ചെറിയൊരു ആക്സിഡൻ്റ് ആയിപ്പോയി. അതിനുശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് ഹെൽത്ത്, ഇപ്പോൾ ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എനിവേ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എവറഡി ഇൻഡസ്ട്രീസ് എന്നായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എൻട്രി ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒരു 450 to 460 ഇടയിൽ നമുക്ക് എൻട്രി ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 480 അല്ലെങ്കിൽ 520 ഒക്കെയാണ് നമ്മുടെ ടാർഗറ്റ്സ്. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റോക്ക് ഓൾറെഡി അവിടെ നിന്ന് 500 ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ലാസ്റ്റ് ഡേയിലൊക്കെ ഒരു തൊട്ട് മുന്നത്തെ ദിവസമൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 500 ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരു 9% മൂവ് നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് മാറാം. അതല്ലെങ്കിൽ ഫർദർ നമ്മൾ സെക്കൻഡ് ടാർഗറ്റിനും ഫൈനൽ ടാർഗറ്റിനും ഒക്കെ വെയിറ്റ് ചെയ്യാം. നോ പ്രോബ്ലം. ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ഫ്രഷ് എൻട്രി ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓൾറെഡി നമുക്ക് ഇനി ഒരു ഫ്രഷ് എൻട്രി നമുക്കൊരു 500 എബോവ് മാത്രമേ ഞാൻ ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇമേജിക്ക വേൾഡ് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, ഇമേജിക്കയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു സ്റ്റോക്ക് ഓൾറെഡി ആ ഒരു ബ്രേക്ക് നടത്തി റീടെസ്റ്റിന് ശേഷമാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഒരു 94 എബോ ഒക്കെ എൻട്രി ചെയ്യാം. അതല്ല ഇനി റിസ്കി പ്ലേയേഴ്സിന് ഈ ഒരു 90 to 89 ഇടയിലും എൻട്രി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു 10% ഒക്കെ ഒരു അപ്സൈഡാണ് ഈ ഒരു വീക്ക് കൊണ്ട് മാത്രം സ്റ്റോക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിന് ഇനി ഫർദർ നമ്മൾ സെക്കൻഡ് ടാർഗറ്റിന് വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യാം. സേഫ് പ്ലേയേഴ്സ് എപ്പോഴും ടെക്നിക്കലി ഒരു 8 to 10% കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് മാറുക. അതിനുശേഷം കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതുവരെ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീറ്റ് ചെയ്യാം. വേറെ ഏതെങ്കിലും സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2-3 ദിവസം കൊണ്ടൊക്കെ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്താൽ ബുക്ക് ചെയ്ത് മാറുക. പിന്നെ ആ ഒരു റണ്ണ് ബുള്ളിഷായുള്ള റണ്ണ് കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് കോറമണ്ടൽ ഇൻ്റർനാഷണൽ. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നമ്മുടെ ഒരു എൻട്രി ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1710 അല്ലെങ്കിൽ 720. ഈ ഒരു ലൊക്കേഷൻ ഒരു റീടെസ്റ്റ് കിട്ടിയാൽ അതിൽ എൻട്രി ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4% മൂവ്മെൻ്റ് ആണ് അപ്സൈഡിൽ തന്നിട്ടുള്ളത്. സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡിംഗ് ലെവലാണ് നിൽക്കുന്നത്. ഫ്രഷ് എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാൻ ഒരു 800 ഓക്കെ 1800 എബോവ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു 1670 വെച്ചാൽ മതി. അപ്പോൾ ഓൾറെഡി റൺ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് എന്ത് ചെയ്യാം, ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാം. നമ്മൾ റിസ്ക് ഒന്ന് കുറച്ചതിന് ശേഷം മാത്രം റൺ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് പെരാസ് ഡിഫൻസ് ആണ്. പെരാസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1230 എബോവ് വരുമ്പോൾ കൺസിഡർ ചെയ്യാം. ആ ഒരു ലൊക്കേഷൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു റീടെസ്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു റീടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ആ റീടെസ്റ്റിൽ ഏകദേശം ഒരു 7% മൂവ്മെൻറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എൻട്രി പോയിന്റിൽ നിന്ന്. അഗൈൻ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യുന്നത് വരെ സ്റ്റോക്ക് ഹോൾഡിങ്ങിൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളെ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന ഈ വീക്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തന്നിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് പിക്ക് ചെയ്ത്, നത്തിങ്, നമ്മളതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ ആ സ്റ്റോക്ക് ബാക്കിയുള്ള സ്റ്റോക്കിലല്ല. അപ്പോൾ പലരും ചോദിക്കുന്നത് ഏത് സ്റ്റോക്കാണ് ഇപ്പോൾ ഈ 5 എണ്ണത്തിൽ കോൺഫിഡൻസ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരിക. അതെനിക്കും അറിയില്ല. നമുക്കിതിനൊരു സിസ്റ്റം, പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ഉണ്ട്, അനാലിസിസ് ഉണ്ട്. നമ്മളത് ചെയ്യുന്നു, എക്സിക്യൂഷൻ നടത്തുന്നു. ബാക്കിയെല്ലാം മാർക്കറ്റാണ്. ഈ ഒരു സ്റ്റോക്ക് മാത്രം നമുക്കൊരു 20% തന്നു, ബാക്കി ഒരു 5%, 7%, 9%. കമ്പാരറ്റീവ്ലി ഈ സ്റ്റോക്കാണ് ഈ വീക്കിൽ നമുക്ക് 20% ഒരു ഹൈ തന്നിട്ടുള്ളത്. പിന്നെ ഇതല്ലാതെ തന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോൻ്റെ എൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിറ്റെക്സിൽ, അതേപോലെ ഗോൾഡ് എം, അതേപോലെ ഒരുപാട് സ്റ്റോക്ക്, ഒരു EKC, എവറസ്റ്റ്. ഇപ്പോൾ ഇതൊക്കെ നമ്മളെ ടാർഗറ്റ് മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ 10-20% മൂവ്മെൻറ്റ് ഒക്കെ കിറ്റെക്സിലൊക്കെ 20% മൂവ്മെൻറ്റിൻ്റെ മേലേക്കാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഡിപ്പെൻസ്, മാർക്കറ്റ് പെർഫോം ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു മാജിക് ഇല്ല. എന്നാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, ചാനലുണ്ട്, സ്റ്റോക്ക് പിക്കിംഗ് ഉണ്ട്, എൻട്രി പോയിൻ്റ് ഉണ്ട്, എക്സിറ്റ് പോയിന്റുകളുണ്ട്. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു.
അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റിനും നിയറാണ് ട്രേഡ് നടക്കുന്നത്. ഇനിയൊരു 120 വരെയൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് റിസ്കി. അത്യാവശ്യം നല്ലൊരു മൂവ് നടന്നതിനാൽ ഇനിയൊരു പുൾ ബാക്ക് ഒക്കെ നടന്നതിന് ശേഷം മേ ബി വരാം, അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ടാർഗറ്റ് മീറ്റ് ചെയ്യാം. ഓൾറെഡി നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് മാറുക. അടുത്ത സ്റ്റോക്കിലേക്ക് നമുക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റി മാറ്റേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നൊരു സ്റ്റോക്ക് ന്യൂജൻ ടെക്. ഓക്കെ, ന്യൂജൻ ടെക് സോഫ്റ്റിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു ഔട്ട്റൈറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ റിസൾട്ടൊന്നും നമുക്ക് തന്നിട്ടില്ല. ഏകദേശം നമ്മൾ ആ ഒരു ട്രേഡിൽ തന്നെ, അതായത് ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ട്രേഡ് നടക്കുന്നത്. എഗൈൻ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം, 1130 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രഷ് എൻട്രി ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ ഒരു സ്റ്റോപ്പ് സെയിം ലെവലിൽ തന്നെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുക. ഇനി ഈ ഒരു സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ അതടിച്ചത് ബുക്ക് ചെയ്യുക, മാറുക, ഹോൾഡ് ചെയ്യരുത്. എന്തെങ്കിലും തിരിച്ച് കയറി വരാമെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാം. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മളൊരു എന്താ പറയുക, നേരത്തെ പറഞ്ഞൊരു മാജിക്കൽ വാച്ച് ലിസ്റ്റൊക്കെ ആണ്, അങ്ങനെയാണ് പലരും കരുതുന്നത്. അത് ചോദിച്ചു വരുന്ന ആ ഫോർമുലയൊക്കെ ചോദിച്ചു വരുന്നവരുണ്ട്. ആ ഒരു വാച്ച് ലിസ്റ്റ് നമുക്ക് നോക്കാം. ലൈക്ക ലാബ്സ് ഏറ്റവും ആദ്യം നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് കൺസിഡർ ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ലൈക്ക ലാബ്സ്. ഈ ലൈക്ക ലാബ്സിൽ ഏകദേശം നമ്മളൊരു ലൊക്കേഷൻ വരുന്നത് 144 അല്ലെങ്കിൽ 145 എന്ന് പറയുന്ന ലൊക്കേഷനാണ്. പ്രോപ്പറായിട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ട് സോൺ, അല്ലെങ്കിൽ നമ്മളെ എൻട്രി ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 152 ആണ്. അപ്പോൾ 150 to 145 ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാം, അക്യുമുലേറ്റ് ചെയ്യാം. 130ക്ക് ബിലോ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് 160 ആയിരിക്കും, അല്ലെങ്കിൽ 162 എന്ന് പറയുന്ന ലൊക്കേഷനാണ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 180, ഫൈനൽ വരുന്നത് 200. ഈ സ്റ്റോക്കിൽ തന്നെ അത്യാവശ്യം ബുള്ളിഷാണ്. സ്റ്റോക്ക് ഒരു റിവേഴ്സൽ സ്ട്രക്ചറാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 10%, 20% ഒക്കെ അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളിതൊരു ഷോർട്ട് ടൈം എൻട്രിയാണ്, 1 to 3 months ഒക്കെയാണ് നമ്മുടെ ഹോൾഡിംഗ് പീരീഡ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസ്ക്കും റിവാർഡും ഇതിൽ നമ്മളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ തന്നെ ഇപ്പോൾ എഡൽവേസിസ് പോലുള്ള സ്റ്റോക്ക്, അല്ലെങ്കിൽ മേജിക്ക വേൾഡ് പോലുള്ള സ്റ്റോക്ക് 10-20% ഒക്കെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ അത് 1-2 ദിവസം കൊണ്ട് നടന്നോളണമെന്നില്ല. നമുക്കൊരു വീക്ക് അല്ലെങ്കിൽ 2 വീക്ക്, ചിലപ്പോൾ ഒരു മന്ത് വരെയൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യാറുണ്ട്. ഇത് തന്നെയാണ് നമ്മളൊരു ട്രേഡിംഗ് സ്റ്റൈലും, നമ്മൾ ഫോളോ ചെയ്യുന്ന സ്വിംഗ് ട്രേഡിൻ്റെ ഒരു സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് അലംബിക് ലിമിറ്റഡിൽ ഏകദേശം നല്ലൊരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് തന്നെ റീടെസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ക്യാൻഡിൽ 50%. ഓക്കെ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിലേക്ക്, അതായത് 157 to 160 ഈ ഒരു റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പ്രൈസ് ആയിരിക്കും. നമ്മൾ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുന്നത് 148 ആണ്. അപ്പോൾ ഈ ലെവലിലാണ് നമ്മൾ എൻട്രി വരിക. 148 ആണ് നമ്മൾ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുന്നത്. നമ്മളൊരു ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് വെയിറ്റ് നമ്മളൊരു ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് 180-185 ഒക്കെയാണ് നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 164 ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റീസ് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ എൻട്രി മിസ് ആവാതിരിക്കാൻ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ബെറ്റർ എൻട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് 160 ആണ്, അല്ലെങ്കിൽ 158 ഇടയിലാണ്. ഈ റേഞ്ചിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്. ത്രിവേണി എഞ്ചിനീയറിംഗിൽ സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്ത ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ബ്രേക്ക് കഴിഞ്ഞു ആ ഒരു ക്യാൻഡിലിൻ്റെ വെയിറ്റ് നമുക്ക് എത്ര പെർസെൻറ്റേജ് റിട്രേസ്മെൻറ്റ് നടന്നു നോക്കാം. സാറ്റ് ചെയ്തൊരു 50 to 60 ഫിബ് ലെവൽ, ഒരു 50 to 60 ലെവൽ വരെയൊക്കെ സ്റ്റോക്ക് ഏതായാലും വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ലെവലിൽ നിന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ 433 to 445, 430 to 445 ഇടയിൽ വന്നാൽ ബെസ്റ്റ് എൻട്രി പ്രൈസ് ആണ്. നിലവിലെ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. നമ്മളൊരു സ്റ്റോപ്പ് കൺസിഡർ ചെയ്യുന്നത് 400 ബിലോ, 400 താഴെയാണ് നമ്മളൊരു സ്റ്റോപ്പ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റോക്കിൻ്റെ നിലവിലെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 450 ആണ്. ഫസ്റ്റ് ടാർഗറ്റ് 480. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 520 ലെവൽ, 510, 520 ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ അകത്താണ് നമ്മൾ ടാർഗറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് 400 ബിലോ, ഫസ്റ്റ് ടാർഗറ്റ് 450, സെക്കൻഡ് ടാർഗറ്റ് 520.
നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വെൽസ്പൺ ലിവിംഗ് ലിമിറ്റഡ്. ഇത് ഓൾറെഡി നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റി, ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി കുറച്ച് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ നമുക്കൊരു എൻട്രി വരുന്നത് ഒരു 192 അല്ലെങ്കിൽ 195. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ട്രേഡ് ചെയ്യുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 197 ആണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് 180ക്ക് ബിലോ ആണ്. ഫസ്റ്റ് ടാർഗറ്റ് 210, സെക്കൻഡ് ടാർഗറ്റ് 220. ഞാൻ അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു 1:2ൻ്റെ മുകളിൽ റിസ്ക് റിവാർഡിൽ ഈ ഒരു 220 വരെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് അലിക്കൺ കാസ്റ്റലെ ലിമിറ്റഡ്. ഐ തിങ്ക് അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അലിക്കൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അടിച്ചു കൊടുത്താൽ തന്നെ സ്റ്റോക്ക് നമുക്ക് ഡിമാറ്റിൽ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ലെവൽ 1420 മുകളിൽ 1420 മുകളിലാണ് നമ്മൾ എൻട്രി പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 1399 ആണ്. അപ്പോൾ കൃത്യമായിട്ട് 1400 അല്ലെങ്കിൽ 1420 കട്ട് ചെയ്യുമ്പോൾ മാത്രം കയറുക. നമ്മൾ സ്റ്റോപ്പ് ശരിക്കും 1350 ആണ്. നമ്മൾ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആകുന്നതുകൊണ്ട് ഒരു 1300 അല്ലെങ്കിൽ 320 എന്ന് പറയുന്ന ലൊക്കേഷന് താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി, ആ ഒരു ക്യാൻഡിലിൻ്റെ ബുള്ളിഷ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡിക്ക് താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 1500, സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 1600, ഫൈനൽ വരുന്നത് 1700. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ടൈം പീരീഡും അതേപോലെ തന്നെ റിസ്ക്കും വരുന്നുണ്ട്. അത് നിങ്ങളെ കംഫർട്ട് ഏതാണോ അതിനനുസരിച്ച് മാറ്റേണ്ടതാണ്. ഞാൻ പല മെത്തേഡിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓരോ സ്റ്റോക്കിലും ഓരോ പോലെയാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റൊക്കെ മീറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് 2 ദിവസം കൊണ്ടൊക്കെ 10-20% തന്നാൽ ബുക്ക് ചെയ്ത് മാറും. പിന്നെ അത് ഫൈനൽ ടാർഗറ്റ് എത്തിയോ എന്നുള്ളത് ഞാൻ ചില ദിവസം കീപ്പ് ചെയ്യാറില്ല. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ 1 മാസമോ 2 മാസമോ നമ്മൾ ഹോൾഡ് ചെയ്ത് 20% കിട്ടുന്നേക്കാൾ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരു 15% കിട്ടുന്ന റിട്ടേൺസ് വൈസ് അത് കുറവായിരിക്കാം. പക്ഷേ കമ്പാരറ്റീവ്ലി ഡേയ്സ് ആൻഡ് മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വേറെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് ദീപക് ഫെർട്ടിലൈസേഴ്സ്. ദീപക് ഫെർട്ടിലൈസേഴ്സ് വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് റിക്കവർ ചെയ്ത് വന്ന് ഇവിടുന്ന് ഓൾറെഡി റിജക്റ്റ് ചെയ്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ലെവലിൻ്റെ എബോവ്, അതായത് 1080 എബോവ്, ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1068 ആണ്. 1080 എബോവ് നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വരുന്നത് 980 ആ ഒരു റേഞ്ചിലായിരിക്കും, 950 ആ ഒരു റേഞ്ചിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡെയിലിയിലേക്കൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, 960 അല്ലെങ്കിൽ 66 എന്ന് പറയുന്ന ഈ ലൊക്കേഷന് താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. നമുക്ക് 1040ൻ്റെയും 1080ൻ്റെയും കൃത്യമായിട്ട് നമുക്ക് പ്രോപ്പർ എൻട്രി എന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ്റെ എബോവ് ആണ്. ഈ ലൊക്കേഷൻ്റെ എബോവ് വരുമ്പോൾ മാത്രം കയറാം. ഇനി റിസ്കി പ്ലേയേഴ്സിന് 1040-80ൻ്റെ അകത്ത് എൻട്രി ചെയ്യാവുന്നതാണ്. നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന 1200 ലെവൽസാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു ലെവലിൻ്റെ എബോവ് എൻട്രി ചെയ്യാം. നമ്മൾ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുന്നത് ഓക്കെ, നമുക്കൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡലിന് വിലോ കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ 1000 വിലോ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. നിങ്ങൾ 1000 വിലോ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുക. 1080 എബോ 86 എബോ എൻട്രി ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റൊക്കെ എന്ന് പറയുന്നത് 1150, 1200 ലെവൽസൊക്കെയാണ് നമ്മൾ ടാർഗറ്റായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 1250 വരെയാണ് ഞാൻ ഫൈനലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ടാർഗറ്റ്. നമുക്ക് നോക്കാം അത് മീറ്റ് ചെയ്യുമല്ലേ എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് നവക്കർ കോർപ്പറേഷൻ ലിമിറ്റഡ്. അത്യാവശ്യം നല്ലൊരു സൈഡ് വൈസ് മൂവ് നടന്നതിന് ശേഷം ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് സ്റ്റോക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ ക്ലിയർലി നമുക്ക് നോക്കിയാൽ മനസ്സിലാവാം. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള മൂവ്, ഫർദർ ഒരു മൂവിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കാം സ്റ്റോക്കിനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു 156 to 60ൻ്റെ ഇടയിൽ നമുക്ക് എൻട്രി ചെയ്യാം. പ്രോപ്പർ എൻട്രി എന്ന് പറയുന്നത് 62 എബോ ആണ്. അപ്പോൾ 156 to 160ൻ്റെ ഇടയിൽ റിസ്കി പ്ലേയേഴ്സിന് എൻട്രി ചെയ്യാം. നമുക്കൊരു 142 താഴെ സ്റ്റോപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് 185, 186 ലെവലാണ്. സെക്കൻഡ് ടാർഗറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 210 ആണ്. ഇത്രയാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്ന വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഞാൻ എക്സ്ട്രാ നമ്മൾ സ്റ്റോക്കുകളും കാര്യങ്ങളും അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഡാറ്റ അപ്ഡേറ്റ്സ് ഒക്കെ പോകുന്നത് ടെലഗ്രാം കമ്മ്യൂണിറ്റിയാണ്. അവിടെ വന്നാൽ നിങ്ങൾക്ക് അറിയാം അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നില്ല. ഓൾറെഡി നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലുള്ളവർ ഈ ഒരു ചാനൽ ത്രൂ, അതായത് നമ്മളൊരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ത്രൂ ജോയിൻ ചെയ്തവരൊക്കെ ആ ഒരു ഏരിയയിലായിരിക്കും ഞാൻ ഫർദർ ബുക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ സ്റ്റോക്ക് ഈ ഒരു 5 സ്റ്റോക്ക് മാത്രമല്ലാതെ തന്നെ നമ്മളൊരു വീക്കിൽ 2 രീതിയിൽ കൊടുക്കാറുണ്ട്. ഒരു വാച്ച് ലിസ്റ്റ് ആയിട്ടും കൊടുക്കാറുണ്ട്. അതല്ലാതെ ബ്രേക്ക്ഔട്ട്സ് വരുന്ന നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ട്രേഡ്സും ഷെയർ ചെയ്യാറുണ്ട്. എനിവേ നിങ്ങൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഗ്രീഡി ആവാതിരിക്കുക. അതായത് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ ആക്രാന്തം.
ആ ഒരു ഏരിയയിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സിക്യൂഷൻ നടത്തുക. ഒരുപാട് 10-20% ഒക്കെ സ്റ്റോക്ക് മൂവ് ചെയ്ത് നമ്മൾ അതിൻ്റെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് പലരും ചോദിക്കുന്നത് ഇനി എൻട്രി ചെയ്യാൻ പോകും. നമ്മളൊരു ഫൈനൽ ടാർഗറ്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു എൻട്രി ഇല്ല, നമ്മുടെ സെറ്റപ്പിൽ അങ്ങനെ ഒരു എൻട്രി ഇല്ല. പിന്നീട് എടുക്കുന്നത് റിസ്കി എൻട്രിയാണ്. സ്റ്റോക്ക് പെർഫോം ചെയ്യില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സ്റ്റോക്ക് പെർഫോം ചെയ്യാം, നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. പക്ഷേ നമ്മുടെ സെറ്റപ്പിൽ നമുക്ക് വേണ്ട ഒരു ട്രേഡ് സെറ്റപ്പിൽ നിന്ന് ഒരു റിട്ടേൺസ് ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സേഫായിട്ട് മാറുക. എപ്പോഴും ഗ്രീഡി എന്ന് പറയുന്ന ഫാക്ടറിനെ മാറ്റി നിർത്താൻ ശ്രമിക്കാം. എനിവേ, താങ്ക് യു.